തികച്ചും ജനകീയമായിട്ട് കമ്മിറ്റിയൊക്കെ വിളിച്ചിട്ട് അവിടെ ഇത് പെർഫോം ചെയ്തു. അതിന് മുമ്പും അതിന് ശേഷവും ടെസ്റ്റ് നടത്തി. അപ്പോൾ ഇതിലൂടെ മാത്രം ഈ എയ്ഡ്സ് ബോധവൽക്കരണം, അതിൻ്റെ കോമ്പോണൻസ്, എങ്ങനെ എയ്ഡ്സ് ഉണ്ടാകുന്നു, എങ്ങനെ ഇത് പ്രതിരോധിക്കാം എന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ പാട്ടിലൂടെയും നാടോടി നാടകങ്ങളുടെയും പരിചമുട്ട് കളി പോലെ ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരുന്ന മീഡിയ ഇതാണ്. അപ്പോഴേ അത് വളരെ എഫക്റ്റീവ് തോന്നുന്നുണ്ട്, അതൊരു റൂറൽ ഏരിയയിൽ. അതേസമയത്ത് അത് അത്രമാത്രം അതിന്റെ അർത്ഥം ഗ്രഹിക്കുന്നതിനായിരിക്കില്ല ഈ പറഞ്ഞ അർബൻ ഏരിയയിലുള്ളവർ. അവർ ആ പാട്ടിന്റെ രീതി അതൊക്കെ ആയിരിക്കും. അല്ല, പൊതുവെ എഫക്റ്റീവായി തോന്നിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അതതിന്റെ സംവേദനക്ഷമത മാത്രമാണ് അത്, അല്ലാതെ അതിനോടുള്ള ഒരു ആത്മാർത്ഥമായ ഒരു അറ്റാച്ച്മെന്റ് അല്ല അത്. കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു തൊഴിൽ ഒരു ജീവിതത്തിന്റെ വളരെ അടിസ്ഥാനപരമായ ഒരു സംഭവമാണ്. ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഈ റൂറൽ അർബൻ എന്നുള്ള വ്യത്യാസം ഇല്ലാതെ തന്നെ ഒരു പ്രത്യേക അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രം, അതായത് ഇപ്പോൾ നമ്മുടെ +2 PDC വരെയുള്ള അത് കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ കൊഴിഞ്ഞു പോവുകയും എന്തെങ്കിലും തൊഴിലുകൾ ചെയ്യുന്നത്. കുറച്ചു മുമ്പ് അങ്ങനെയായിരുന്നില്ല, കുറേ പഠിക്കുക, പിന്നെ താടി നീട്ടി വളർത്തുന്ന കുറെ അങ്ങനെ നടക്കുക, തൊഴിലില്ല എന്ന് പറയുന്ന ഒരു കഥാപാത്രങ്ങൾ തന്നെ അകാലത്ത് സാഹിത്യത്തിലും സിനിമയിലും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. ഇന്ന് ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്, നഗരങ്ങളിലായാലും ഗ്രാമങ്ങളിലായിരുന്നത്. ഇതിന്റെ ഈ ഒരു വെളിച്ചത്തിൽ ഈ വൊക്കേഷണൽ ട്രെയിനിങ് ഉണ്ടല്ലോ, ഇപ്പോൾ എഡ്യൂക്കേഷനിലെ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നതിന്റെ പ്രസക്തി അത് എത്രമാത്രമാണ്? അപ്പോൾ ഈ വിദ്യാഭ്യാസത്തിന്റെ സാധാരണ രീതിയും അതും തമ്മിലുള്ള വ്യത്യാസം എന്താണോ അതിനെക്കുറിച്ചൊന്ന് പറയാം. എഡ്യൂക്കേഷനിലെ വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഒന്ന് ഈ ഇതുണ്ടല്ലോ VHSC കോഴ്സുകളുണ്ടല്ലോ, ഒന്ന് അതാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി. ഇപ്പോൾ അവിടെ വരുന്നത് എന്താണ്, ഫിഷ് പ്രോസസ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഫാഷൻ ഡിസൈനിങ് ഉണ്ട്. പക്ഷെ അവരൊന്നും അത് കഴിഞ്ഞതിന് ശേഷം അതൊരു തൊഴിൽ മേഖലയെ മുഖ്യമായി സ്വീകരിച്ചത്. കാരണം അവിടെ നിന്ന് പോകുന്ന മുഴുവൻ പേരും ആ ഒരു മേഖലയിലോട്ട് തന്നെ, അതൊന്ന് കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൂടി നടന്നു എന്നല്ലാതെ, അല്ലാതെ അത് ആ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് അവർ ആ ഒരു തൊഴിൽ മേഖലയിലോട്ട് വളരെ കുറച്ചേ പോയിട്ടുണ്ടാവും. ആരെങ്കിലും അത് ഡെവലപ്പ് ചെയ്തെങ്കിലായി. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇതാണെങ്കിലും ആ ഒരു മേഖലയിലേക്ക് ഈ വിദ്യാർത്ഥികളെ തിരിച്ചുവിടുന്നതിന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനൊരു സ്റ്റഡി ഒന്നും നടത്തിയിട്ടില്ല. നേരത്തെ പറഞ്ഞത് നമ്മുടെ ഗവൺമെന്റ് പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണ് ഈ തലയെണ്ണലും ഡിവിഷൻ ഫോളും ഒക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് ഒരുപാട് പൈസ നമ്മൾ ഡൈവേർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ കുട്ടികൾ ഇതിന് ആ മേഖലയിലേക്ക് പോകുന്നൊന്നും നടത്താനുള്ള പഠനമൊന്നും നടത്തിയതായി കാണുന്നില്ല. അല്ല, അതുകൊണ്ട് ഈ സ്റ്റാഫിന്റെ പ്രശ്നം അവിടെ ഉണ്ട്. ഇപ്പം ഈ വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സ് പല സ്ഥലത്തും ഇല്ല. ഉള്ളവർ തന്നെ ഇപ്പം ഗസ്റ്റ് എന്ന് പറയുന്ന രീതിയാണല്ലോ ഹയർ സെക്കൻഡറിയിലും VHSലും. അവരെന്താണ് പറഞ്ഞാൽ ഒരു അവർ ക്ലാസ് എടുത്താൽ കാശ് കിട്ടും എന്ന് പറഞ്ഞാൽ 40 മിനിറ്റിന് 60 രൂപ ഈ രീതിയിലാണ്. അപ്പോഴതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നത്, എപ്പോഴും 1-2 പീരീഡാണ് ഒരു സ്കൂളിൽ കിട്ടുന്നത്. അപ്പോഴൊരു 120 രൂപ അയാൾ അതെ ഈ ഇത് തന്നെ മറ്റൊരു സ്കൂളിൽ പോയി എടുത്താൽ അയാൾക്ക് വീണ്ടും ഒരു 120 കൂടി ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ ഈ കുട്ടികളായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് അതിന് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കുന്ന അദ്ദേഹവും ശ്രമിക്കാറില്ല. പല സ്ഥലങ്ങളിലും ഈ അതുകൊണ്ട് പെർമനന്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പക്ഷെ അതാണ് ഒട്ടും ഇപ്പോഴും നടക്കാത്തത്. അല്ലെങ്കിൽ കോഴ്സ് കഴിയുമ്പോൾ അതിന്റെ ഒരു ഫോളോ അപ്പ് വേറെ രീതിയിൽ ഇല്ല. അതാണ് അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ലെവലിൽ അത് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള കോഴ്സസ് വേണ്ടേ? അതില്ലല്ലോ, തന്നെ വളരെ പിന്നെ അവർ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം ടൈപ്പിംഗ് നടത്തുന്നവരുണ്ട്, ഇപ്പം കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ട്, കോഴ്സസ് ഒരുപാടുണ്ട്, വൊക്കേഷണൽ കോഴ്സസ് ഒരുപാടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. BEd കോഴ്സിലേക്ക് മടങ്ങി വരാം. ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്ക് ഇതിനകത്ത് കാണുന്ന അപാകതയും അതിനകത്തെ പോസിറ്റീവ് സൈഡ്സും പറയുന്നത് BEd കോഴ്സിന്റെ അപാകത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞത്, അതായത് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലല്ല സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഈ മെറിറ്റ് ബേസിസിലായതുകൊണ്ട്, മാർക്കിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു അധ്യാപകൻ ഉണ്ടായിരിക്കേണ്ട, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് ടീച്ചിങ് നടത്തുന്നതിനുള്ള, കാര്യക്ഷമമായി പഠിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവുകൾ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് വളരെ പ്രധാനം. പലപ്പോഴും കൂടുതൽ സംസാരിക്കാൻ പോലും വിമുഖത കാണിക്കുന്ന ഒരാളായിരിക്കും. കാരണം അധ്യാപകന് നാക്ക് എന്ന് പറയുന്നത് വലിയ ആയുധമാണ് ഈ ടെക്നോളജിയൊക്കെ എത്ര ഡെവലപ്പ് ചെയ്താൽ, പ്രത്യേകിച്ച് ഭാഷാധ്യാപകരൊക്കെ ആണെങ്കിൽ കൂടുതൽ. അപ്പോഴത് തന്നെയാണ് അതിന്റെ ഒരു പ്രധാന ഡിഫക്റ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ പറഞ്ഞാൽ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. അവർക്കും അറിയാം ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഒരു മുമ്പൊക്കെ ആണെങ്കിൽ ഈ കോഴ്സ് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ആ മാക്സിമം അത് ആ പറയുന്ന രീതിയിൽ തന്നെ അത് നിർവഹിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോഴെന്താണ് പറഞ്ഞാൽ ഈ കോഴ്സ് കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ ഒരു ഇടവേള പഠനമാണ്. അതുകൊണ്ട് നമ്മൾ നിർദ്ദേശിക്കുന്ന അത്ര ഒരു ഗൗരവത്തിൽ അവരെടുക്കില്ല. ചിലപ്പം കോഴ്സ് കഴിഞ്ഞാൽ കൊടുക്കാനുള്ള പൈസ ബാങ്കിലുള്ളവരെ മറ്റൊരു വരാറുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞു പോകുമ്പോൾ ഒരു നിരാശപ്പെടും. കാരണം ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് ഡിഗ്രി കഴിഞ്ഞിട്ട് BEd കഴിഞ്ഞിട്ട് പലപ്പോഴും ടീച്ചിങ് ഫീൽഡിലേക്കല്ല പോയിരിക്കുന്നത്. ഈ BEdനെ ആക്ഷേപിച്ച് പറയല്ലേ, എന്നാലും എനിക്ക് ഞാൻ നോക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പാരലൽ കോളേജ് അധ്യാപകരോടാണ് എനിക്ക് കൂടുതൽ ബഹുമാനം തോന്നുന്നത്. കാരണം 10ാം ക്ലാസ് പിന്നെ 11th 12th തോറ്റിട്ട് വരുന്ന അല്ലെങ്കിൽ ഒട്ടും അറിഞ്ഞുകൂടാത്ത കുട്ടികളെ പഠിപ്പിച്ച് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. അവരെങ്ങനെയാണെങ്കിലും അവരവിടെ റിസൾട്ട് ഉണ്ടാക്കിയില്ലേ അവരുടെ ജോലി പോകും. 350-400 രൂപയ്ക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർ ശരിക്കും അവിടെ അധ്യാപകരാകുന്നു.
മറ്റത് സ്കൂളുകളിൽ സാരി കൊടുത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്ന ഒരു വളരെ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നു. അങ്ങനെയൊക്കെ അത് അനുഭവപ്പെട്ടിട്ടുണ്ടോ? അല്ല, അത് സാധാരണ പറയാറുണ്ട്. ഇപ്പോൾ ഈ കോഴ്സിനൊന്നും പോയില്ലെങ്കിലും പാർലർ കോളേജ് പഠിപ്പിക്കുന്നുണ്ടല്ലോ അധ്യാപകർ. അപ്പം പഠിപ്പിക്കാൻ കോഴ്സിന് പോകണം. അത് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ്, കുട്ടിയുടെ സർവ്വതോമുഖമായ വികാസമാണ്. എല്ലാ തരത്തിലുള്ള കഴിവുകൾ വികസിപ്പിച്ചെടുക്കുക, അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ. ഇപ്പം ഈ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, അത് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം കുട്ടി എക്സാമിനേഷനിലെ അയാളുടെ പെർഫോമൻസ് എന്താണ്, അല്ലെങ്കിൽ ഒരു എക്സാമിനേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ല അദ്ദേഹം നിർവഹിക്കേണ്ടത്. പാർലർ കോളേജിൽ എന്താണെന്ന് പറഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവരുടെ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പ് റിസൾട്ടിനെ ആശ്രയിച്ചാണ്. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ അധികവും മനഃപ്പാഠം ആക്കുക എന്നുള്ള ഒരു രീതിയാണ്. എങ്കിലും അവർ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തോറ്റു വരുന്ന കുട്ടികളിൽ നിന്ന് അവർ പഠിപ്പിച്ച് അവരെ കൊണ്ട് മാർക്ക് വരുത്തുന്നുണ്ട്. മറ്റിടത്തും കാണാതെ പഠിപ്പിക്കാനല്ലേ, ആ വലിയ വ്യത്യാസമൊന്നുമില്ല. അതെ, അങ്ങനെ വരുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള അൺഎയ്ഡഡ് മേഖല നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. റിസൾട്ട് മെച്ചപ്പെടുത്തുക, 100% റിസൾട്ട് ഉണ്ടാക്കുക, അത് ഏറ്റവും നല്ല, അത് അതിന്റെ ക്വാളിറ്റിയുടെ ഒരു. അല്ല, അത് പാരലൽ കോളേജും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം 100% ഇവിടെ ഉണ്ടാക്കുന്ന പല സ്കൂളുകളും എന്താ ചെയ്യുന്നത്, 9ാം ക്ലാസ്സിലോ അതിന് തൊട്ട് മുമ്പോ ഈ കുട്ടി 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ തോൽക്കുമെന്ന് തോന്നിയാൽ ആ കുട്ടിയെ TC കൊടുത്തു വിടുന്ന സമ്പ്രദായം വരെ നാട്ടിലുണ്ടല്ലോ. അങ്ങനെയുള്ള പിള്ളേരൊക്കെ എത്തിച്ചേരുന്നത് ഗവൺമെന്റ് സ്കൂൾസിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ എത്തുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ അവന്റെ ഒരു എന്താണ്, അതിൻ്റെ ഒരു പഠിക്കാനുള്ള കഴിവ് എന്ന് പറയുന്നത്, ശേഷികൾ എന്ന് പറയുന്നത് പലപ്പോഴും ബിലോ ആവറേജ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പറ്റം കുട്ടികളാണ്. ഗവൺമെന്റ് സ്കൂളാകുമ്പോൾ അവനെ അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, മറ്റവർക്ക് വല്ല കാരണം പറയും. ഓക്കെ, നമുക്ക് മറ്റ് അധ്യാപകന്മാരൊക്കെ കാണാം. താങ്കളൊരു അധ്യാപകനാണല്ലോ, താങ്കളുടെ സമീപനം എന്താണ് അധ്യാപനത്തിന്റെ? ഞാനീ പറഞ്ഞിട്ടുള്ള ഒന്ന്, കുട്ടിയുടെ തികച്ചും മനഃശാസ്ത്രപരമായി തന്നെ കുട്ടിയുടെ ആവശ്യം അറിഞ്ഞ് അവൻ്റെ ഒരു ഫ്രണ്ടായി നിന്നുകൊണ്ട് ഞാൻ പഠിപ്പിച്ച കാര്യം പറഞ്ഞല്ലോ. പിന്നെ എന്താണ്, പരമാവധി ഓരോ ടീച്ചിങ് പോയിന്റും മാക്സിമം എല്ലാവർക്കും ഒരുപോലെ അത് പിന്നെ എന്താണ് പഠിച്ചെടുക്കുന്നതിന് കഴിയില്ല, എന്നാൽ അവനെ സഹായിക്കാൻ കഴിയും. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രതികരണം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആളുകളെയാണല്ലോ നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ അവരിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ, ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ആദ്യമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും അവന് ഇപ്പം ഒരു സുവോളജി പഠിച്ചു വന്നിരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓപ്ഷണലായിട്ട് ഡിഗ്രിയും PGയും കഴിഞ്ഞിരിക്കുന്ന ഒരാൾ, അവനെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഷയുടെ മേഖലയിൽ അത്രയൊന്നും ഉണ്ടാവില്ല. ചിലരുണ്ടായിരിക്കാം കേട്ടോ, എല്ലാവരും അങ്ങനെ കാണുന്നത്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം പറയട്ടെ, ഈ ഒരു ഫീൽഡിൽ എത്തിപ്പെടുന്ന അധികം കാൻഡിഡേറ്റ്സും ഗേൾസ് ആണ് എന്നുള്ളത്. അപ്പോൾ ഏതാണ്ട് ഒരു 80% ഈ മെറിറ്റിന്റെ ബേസിലായതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലോകം എന്ന് പറയുന്നത് പുസ്തകപ്പുഴുക്കളായിട്ട് പലപ്പോഴും അങ്ങനെ അനുഭവപ്പെടാൻ പഠിച്ച കാലത്തൊക്കെ നമുക്ക് അനുഭവപ്പെട്ട കാര്യമാണ്. ഒരു അധ്യാപകൻ നല്ല കലാകാരനായിരിക്കണം, താങ്കൾ നല്ല കലാകാരനാണെന്നാണ് കേട്ടത്. തിയേറ്ററുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്ന് പറയാമോ? തിയേറ്റർ എന്ന് പറഞ്ഞാൽ അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള വേദികൾ അധികം കിട്ടിയിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ ഇതുണ്ടല്ലോ, സെൻട്രൽ സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ, അവരുടെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ വരുമായിരുന്നു. അപ്പോൾ ആ സമയത്തും അങ്ങനെ പഴശ്ശിയായിട്ടും അതുപോലെ തന്നെ അതിന് പിന്നെ ഫിഗർ കുറച്ച് തടിയും ഉയരമൊക്കെ ആവശ്യമാണ്. കാരണം വളരെ ദൂരെ നിന്നാണല്ലോ കാണുന്നത് സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ 1-2 പ്രാവശ്യം ഈ ഇതുണ്ടായിരുന്നല്ലോ കോഴിക്കോട് 93-ലും 95-ലൊക്കെ ഒരു ഫെസ്റ്റിവൽ നടന്നിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ മലബാറിൻ്റെ ചരിത്രം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന് പറയുന്നത് തിക്കോടിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഈ വിഷ്വൽ മീഡിയയിൽ അധികം താല്പര്യമാണ്. അതുകൊണ്ട് എൻ്റെ PhDക്ക് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് എഫക്റ്റീവ്നെസ് ഓഫ് വീഡിയോ പ്രൊഡക്ഷനാണ് ഇൻ ക്രിയേറ്റീവ് എൻവയൺമെന്റ്. അപ്പോൾ അതൊരു എക്സ്പെരിമെന്റൽ രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ചെയ്തിട്ടില്ല. നേരത്തെ നാടൻ പാട്ടുകളെ കുറിച്ച് പറഞ്ഞല്ലോ, ഒരു നാടൻ പാട്ട് പാടിത്തരുമോ ഞങ്ങൾക്ക്? അയ്യോ, കുട്ടികളെ പഠിപ്പിക്കുന്നല്ലേ, ഞങ്ങൾ അങ്ങനെയാണെന്ന് വിചാരിച്ചത്. നാടൻ പാട്ട് എന്ന് പറയാൻ പറ്റില്ല, നാടൻ പാട്ടിന്റെ ഒരു ശീലമുള്ളതല്ലേ, ഈണമുള്ളത്. ഈണുള്ള അങ്ങനെ ഉണ്ടല്ലോ, ഫോക്ലോറിന് പലതും ഉണ്ടല്ലോ. പ്യുവർ നാടൻ പാട്ട് കിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു ഇതൊക്കെയാണല്ലോ മണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാളവണ്ടി പാട്ടുണ്ട്, അത് എല്ലാ ഡൈബർമാരും വണ്ടി ഓടിക്കുമ്പം എൻ്റെ പാപ്പാ കാള വണ്ടി ഓടിക്കണ്, ഞമ്മൻ്റെ ബാപ്പാ കാള വണ്ടി ഓടിക്കണ്. എല്ലാ ഡൈബർമാരും പെട്രോൾ അടിക്കുമ്പം എൻ്റെ ബാപ്പാ മുരിക്ക് പുല്ല് കൊടുക്കണ്, ഞമ്മൻ്റെ ബാപ്പാ മുരിക്ക് പുല്ല് കൊടുക്കണ്. എല്ലാ ഡൈബർമാരും ഗിയർ പീടിക്കുമ്പം എൻ്റെ ബാപ്പാ മുരിൻ്റെ ബാല് പീടിക്കണ്,
ഞമ്മന്റെ ബാപ്പാ മുരിന്റെ ബാല് പീഡിക്കണ്. ഇതൊരു അപ്ലൈഡ് സാധനമാണ്, അല്ലാതെ ഇത് യഥാർത്ഥ മലബാർ ടച്ചുള്ള ഒരു പാട്ട്. നാടെന്ന് തോന്നിക്കുന്ന പുതിയ വാക്കുകളൊക്കെ ഉള്ള ഗിയർ എന്നുള്ളൊന്നും ഒരിക്കലും ഫോക്ക് സമൂഹത്തിൽ ഇല്ലല്ലോ. ഈ അധ്യാപകരാരും പറയുമ്പോഴേ കുട്ടികള് വളരെ ഇപ്പൊ പിരിഞ്ഞു പോകുമ്പോ ഒക്കെ വളരെ സ്നേഹമായിട്ട് പറഞ്ഞ വാക്കുകൾ അങ്ങനെയൊക്കെ ഓർമ്മയിൽ ഉണ്ടാവില്ലേ? അത് കുട്ടികള് എനിക്കിപ്പോ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാല്, പിന്നെ ഞാൻ പ്രൈമറി ലെവലിൽ പഠിപ്പിക്കുമ്പോൾ എനിക്ക് 18 വയസ്സുള്ളൂ. ഞാൻ TTC കൂടി കഴിഞ്ഞാണ്. അപ്പോൾ പൊതുവെ സ്കൂളിൽ ഞാൻ ഹൈയസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിനൊരു കാരണമുണ്ട് ഞാൻ TTC പോകാൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് മലബാർ ക്രിസ്ത്യൻ കോളേജ് ചേരുമ്പോൾ എൻ്റെ വീട്ടിന് തൊട്ടടുത്ത് BSc കഴിഞ്ഞിട്ടുള്ള എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞു തരുന്നൊരു പക്ഷേ അയാൾ B.Ed കഴിഞ്ഞിരുന്നു. അയാൾ പറഞ്ഞു പൊതുവെ സ്കൂളിലും ഞാൻ ഹൈയസ്റ്റ് ആയിരുന്നു. പിന്നെ ഇത് എങ്ങനെ പഠിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യും TTC അപ്ലൈ ചെയ്തോളൂന്ന്. ഞാൻ TTC കൊടുത്ത് കിട്ടിയപ്പോഴേ എനിക്ക് 18 വയസ്സ് അങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ളൂ. തൊട്ടടുത്ത് തന്നെ ഒരു അപ്പർ പ്രൈമറി സ്കൂളിൽ കിട്ടുകയും ചെയ്തു. എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. 18ാം വയസ്സിൽ തന്നെ ഞാൻ സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഞാൻ പഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഈ മാത്സും ശാസ്ത്രമൊക്കെ എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കാൻ തോന്നിയില്ല എനിക്ക്. പക്ഷേ ആ ഒരു രംഗത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഞാൻ എപ്പോഴേ ആർട്സ് കോളേജിൽ വീണ്ടും സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് പോയി, ഡിഗ്രിക്ക് പോയി. പിന്നെ അതിനുശേഷം B.Ed കഴിഞ്ഞു. അല്ലാതെ ഞാൻ നോക്കി പറഞ്ഞപ്പോ ഈ ഡിഗ്രികൾ ഒരു ഒബ്സഷൻ പോലെയുണ്ട്. സാധാരണ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ ഉദയം കൂടുക. പഠനവും എൻ്റെ അധ്യാപനം ഒന്നിച്ചുകൊണ്ടുവരാൻ. അപ്പോഴേ അതിനുശേഷം എനിക്ക് PSc കിട്ടി. പിന്നെ HSA ആയിട്ട് ഹൈസ്കൂളിൽ മാറി. പിന്നെ ഇപ്പോഴും ഞാൻ യൂണിവേഴ്സിറ്റി ഞാൻ UGC ക്വാളിഫൈഡ് ആണ്. എഡ്യൂക്കേഷൻ ടെക്നോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഇപ്പം കാലിക്കറ്റ് സർവകലാശാല കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിൽ ഒരു മെത്തഡോളജി ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് കേരളത്തിലെ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിൽ B.Ed തുടങ്ങിയിരിക്കുന്നത് എൻ്റെ സെൻറ്ററിലാണ്. അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. MCA MSc കമ്പ്യൂട്ടർ സയൻസ് ആണ് അതിനുള്ള ക്വാളിഫയിങ് എക്സാമിനേഷൻ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇതിനും കാരണം ഇപ്പോഴും കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ നടത്തി ഒരുപാട് സ്ഥാപനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ +2 ഒരു സബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണ്, അവരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ എങ്ങനെ എഫക്റ്റീവായി പഠിപ്പിക്കാം എന്നുള്ള ഒരു മെത്തഡോളജി ഇതുവരെ ഡെവലപ്പ് ചെയ്തിട്ടില്ല. എന്നാൽ ഈ പറയുന്ന പാർല കോളേജ് രീതിയിൽ അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴേ അതിനുള്ളൊരു മെത്തഡോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ഞങ്ങൾ. അപ്പോൾ അവർ മറ്റ് സബ്ജക്റ്റൊക്കെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഇപ്പോഴ് കമ്പ്യൂട്ടർ സയൻസിനും പഠിപ്പിക്കുന്നതിനുള്ള ഒരു രീതിശാസ്ത്രം അതവിടെ ഡെവലപ്പ് ചെയ്ത് വന്നു എന്നുള്ള വലിയ യഥാർത്ഥ അധ്യാപകനെ കൊണ്ട് പഠിക്കുക, പഠിപ്പിക്കുക, അതിൽ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതിൽ റിസർച്ച് ചെയ്യുക അല്ലെ, കൂടുതൽ മെച്ചമാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു കാര്യം കൂടെ ചോദിച്ചാൽ നമുക്ക് തൽക്കാലം, കാരണം ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോൾ PhD ചെയ്യുന്നതെന്ന് പറഞ്ഞു വിഷ്വൽ മീഡിയത്തിന്റെ ഇംപ്ലിമെന്റേഷൻ, അതിന്റെ സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കുന്നു പറഞ്ഞു. ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്, ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ്? അതിൽ ഒബ്സർവേഷൻ പൊതുവെ ഈ വിഷ്വൽസിന് കാരണം ഏറ്റവും കൂടുതൽ ഈ കണ്ണിന്റെ കാഴ്ചയാണല്ലോ നമ്മളുടെ ഓർമ്മ നിലനിർത്തുന്നതിലൊരു പ്രധാന ഘടകം. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് റൂമിലൊക്കെ ഈ തിയറിയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞു പോവുക എന്നുള്ളത്, പിന്നെ ഈ ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫീൽഡിൽ പോയിട്ടെല്ലാം കാണുക അല്ലെങ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒബ്ജക്ട്സ് ഒന്നും അങ്ങനെ നമുക്ക് സംഭരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ ഈ വിഷ്വൽ മീഡിയയുടെ പ്രത്യേകിച്ച് ഇപ്പോഴും വന്ന ഈ വീഡിയോയുടെ ഒക്കെ ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്ക് പോയിട്ട് അത് ഷൂട്ട് ചെയ്യാം, അത് ഏത് ഗ്രൂപ്പിലും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. ഞാൻ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനാണ് കാര്യം. 5, 6, 7 ക്ലാസ്സുകളിലെ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷനുള്ള കോമ്പണൻസ് ഉണ്ടല്ലോ, അതിങ്ങനെ കുറേ പാഠപുസ്തകങ്ങളിലൂടെ പറഞ്ഞു പോവുകയും സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുകയും ചെയ്യുന്നു. അതല്ലാതെ ഒരുപാട് നദികൾ, പൊല്യൂഷൻ, അതുപോലെയുള്ള ഇതൊന്നും ഇപ്പോൾ അവിടെ എല്ലാ കുട്ടികൾക്കും അത് സാധിക്കുന്നൊരു കാര്യമല്ല. ഇപ്പം എന്താണ് ഇവിടെ ഉദ്യോഗമണ്ഡൽ പോലുള്ള പ്രദേശങ്ങൾ, വ്യവസായ മേഖലകളിൽ പിന്നെ വായു മലിനീകരിക്കുന്നതെന്ന് അറിയാമെന്നല്ലാതെ അത് കുറച്ച് കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അവിടെ ടൂറൊക്കെ പോയിട്ട് കാണാൻ കഴിയും, എല്ലാവർക്കും കഴിയും. അപ്പോൾ അത് എഫക്റ്റീവായിട്ട് അത് പഠിപ്പിക്കുന്നതിന് ഇത്തരം ഒരു മീഡിയം വളരെ ഉപകരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഓഡിയോ വിഷ്വൽ. അതെ, ഫീൽ. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവായിരിക്കുമെന്നറിയാം, എങ്കിലും എഫക്റ്റീവ്നെസ് ശാസ്ത്രീയമായി എത്രയും മാത്രം ഉണ്ടാവും മറ്റേ നമ്മുടെ പ്രിന്റ് മീഡിയയും മറ്റുള്ളതായിട്ട് എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത് അറിയാൻ വേണ്ടി. ഫാമിലി വൈഫ് ടീച്ചർ തന്നെയാണ്, +2 അധ്യാപികയാണ്. എന്താ പേര്? ജയശ്രീ. ഇംഗ്ലീഷിന്റെ ടീച്ചറാണ്. കുട്ടികൾ ഒരു കുട്ടിയുണ്ട് 6 മാസമായിട്ട്. ഷാൻ അശോക്. ഷാൻ എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. ഗായകനുണ്ട്, അഭിമാനം എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ ഇപ്പം രാജേഷ്, രജീഷ് എന്നൊക്കെയുള്ള സാർവത്രികയാണല്ലോ ഇഷിൽ അവസാനിക്കുന്ന പേരുകൾ. അപ്പോൾ കാഴ്ചയെക്കുറിച്ചുള്ള താങ്കളുടെ കാഴ്ചപ്പാട്, അതുമാത്രമല്ല ഈ അധ്യാപനത്തെക്കുറിച്ചുള്ള എല്ലാ
പരിശ്രമങ്ങൾക്കും ഉദ്യമങ്ങൾക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു. അപ്പോൾ അതിന് വളരെ നന്ദി. ശ്രീ അശോകൻ നൊച്ചാടുമായിട്ടുള്ള ഇൻ്റർവ്യൂ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. വിദ്യാഭ്യാസ മേഖല കുറച്ച് മുമ്പ് ഇൻട്രൊഡക്ഷനിലും അതുപോലെ തന്നെ വാർത്തയ്ക്ക് മുമ്പ് പാർവതി പറഞ്ഞല്ലോ, വിവാദമായിരിക്കുന്ന വിദ്യാഭ്യാസ രംഗം പല രീതികളിൽ പഠിപ്പിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി, മറ്റു കാര്യങ്ങളിലായിരുന്നാലും ശരി, എന്നും വിവാദമാണ്. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്നാണ് വിദ്യാഭ്യാസം. വിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കണം, അധ്യാപകർ എങ്ങനെയായിരിക്കണം, എന്തെല്ലാമാണ് എൻ്റെ പോരായ്മകൾ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ശുഭദിന പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണുന്നതുവരെ ശുഭദിനം. ശുഭദിനം.